അപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാണ്ടേ, അപ്പോൾ ഇതിങ്ങ് ചാഞ്ഞു പോയി. ഞാൻ കമ്പൊക്കെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ ടെറസിൽ, നമ്മുടെ ഗ്രോ ബാഗിനകത്ത് ഉരുളക്കിഴങ്ങ് നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ, വിജയമാണോ അതോ പരാജയമാണോ, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓണം കൃഷി ചാലഞ്ച് നമ്മൾ നടത്തുന്നുണ്ട്. ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അതെല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും കൃഷിയൊക്കെ തുടങ്ങിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജൂലൈ മുതലുള്ളതായ എല്ലാ കൃഷിയും വിളവെടുപ്പും ഒക്കെ കാണിക്കാം. അതിന് മുമ്പുള്ളതൊക്കെ അങ്ങ് വിട്ടേക്കുക. അപ്പം എല്ലാവരും നല്ല ഉന്മേഷത്തോടുകൂടി കൃഷി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഓണം കൃഷി ചാലഞ്ചിനെ കുറിച്ചുള്ളതായ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് ഡെയിലി ഉള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നോക്കിയാലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, നല്ല ഇനം വിത്തുകൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൃഷിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷികളും നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത്? നമ്മൾ വിചാരിച്ച നോർത്തിൽ മാത്രമേ ഇതൊക്കെ പിടിക്കുകയുള്ളൂ എന്നാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ക്യാബേജ്, തക്കാളി, അതുപോലെ തന്നെ പിന്നെന്താണ് കടുക്, പെരിഞ്ചീരകം എല്ലാം നമ്മൾ നമ്മുടെ നാട്ടിൽ നട്ടു കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നട്ടു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അതേപോലെ നട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ വളരുമോ ഇല്ലയോ? ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത കാര്യമാണ്. കുറേ പേര് എന്നോട് ചോദിക്കേണ്ട, ചേച്ചി ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പം നമ്മൾ ചെയ്തിട്ട് നമുക്ക് വിജയമായെങ്കിൽ മാത്രമേ നമുക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് ഒരാഴ്ച ആയതാണ് ഈ നിൽക്കുന്നത്. അതൊന്ന് കാണാം നമുക്ക്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കിളിച്ച് മുകളിലോട്ട് വരാനായിട്ട് തുടങ്ങി. കണ്ടോ ഇതിനകത്ത് ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അധികമൊന്നും നട്ടിട്ടില്ല, പരീക്ഷണമാണത്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത്രയും വളർന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് ഇത്രയും വളർന്നിട്ടില്ല. ഇതിൻ്റെ ഒരു താഴെ ഭാഗം വരെ, ഒരു പകുതി ഭാഗം വരെ വളരും, പിന്നെ അതങ്ങ് ചീഞ്ഞു പോകും. എന്തായാലും ഈ പ്രാവശ്യം ഇത്രയെങ്കിലും വളർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നട്ടപ്പോൾ നല്ലതുപോലെ ഉണ്ടായി, ഇന്ന വളമിട്ടപ്പോഴാണ് നല്ലതുപോലെ പിടിച്ചത്. എനിക്ക് ഇന്ന് വരെയും എനിക്ക് ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടില്ല. നമ്മൾ ഭൂമിക്ക് അടിയിൽ നടുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും, ഇഷ്ടം പോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇതുവരെയും സക്സസ് ആയിട്ടില്ല. ഇപ്പം വിജയിച്ചവർ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ അത് എല്ലാവർക്കും പ്രയോജനമാവുന്ന രീതിയിൽ നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു മൂട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പം നട്ടാലും എനിക്ക് ഇതേപോലെ ഇത്രയാവും, ഒരു സ്വല്പം കൂടെ വളരും, എന്നിട്ട് ഇതേപോലെ തണ്ട് ചീഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. മിക്ക പേർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇത്രയെങ്കിലും ആയത് ആദ്യമായിട്ടാണ് കേട്ടോ. അതിനകത്ത് കാ പിടിക്കുമെന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പൊന്നുമില്ല. എന്നാലും ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ചിലപ്പം ചീഞ്ഞു പോവും എന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ ഇത്രയൊക്കെ ആയല്ലോ. ഇതിനകത്ത് നമ്മൾ കുറച്ച് വളം കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും വളമൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ മണ്ണ് ഇതിനകത്ത് അടുപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കാൻ പാടില്ല. ഇതൊരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായ ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് ദിവസമൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മുള വരും. ഇങ്ങനെ മുള വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നനഞ്ഞ തുണിക്കകത്തോ ചാക്കിനകത്തോ ഒന്ന് നനച്ചിട്ട്, ആ തുണി ഒന്ന് നനച്ചിട്ട് ഇതും കൂടെ അതിനകത്ത് വെച്ച് കെട്ടി വെച്ചിരുന്നാൽ നല്ലതുപോലെ മുളയിങ്ങി വന്നോളും. അതിനകത്തോട്ട് ഞാൻ ഈ ഒരു കിഴങ്ങാണ് വെക്കുന്നത്. ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് അത്രയും തണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കാം. അതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും നമ്മൾ കൊണ്ടൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇത്രയേ ഉള്ളൂ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ നടിയിലെന്ന് പറയുന്നത്. പിന്നെ ഇത് വളർന്നു വരുമ്പോൾ നമ്മൾ ഇതിനാവശ്യമുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കാം, നമ്മുടെ കൈവശമുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്തൊക്കെ തണ്ട് ചീയൽ പെട്ടെന്നുണ്ടാകും. അതാണ് ഈ പെട്ടെന്ന് നമ്മൾ വെച്ചിട്ട് നല്ലതുപോലെ കിളിർത്ത് വരും, നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത് ഇത്. പക്ഷേങ്കിലും പെട്ടെന്ന് അത് ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ മണ്ണിൽ നിമാവിരയുടെയൊക്കെ ശല്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബിവേറിയ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കുറേയൊക്കെ അത് പിടിച്ച് നിർത്താൻ, നിമാവിരയുടെ ശല്യമൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഈ പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷി സക്സസ് ആയവർക്ക് അതെങ്ങനെയാണ് കൃഷി ചെയ്തതെന്നും അത് എന്തൊക്കെ വളമാണ് ഉപയോഗിച്ചതെന്നും എന്തൊക്കെ കീടനാശിനികൾ തളിച്ചുവെന്നും ഉള്ളതായ ശരിയായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. ഇതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കും അല്ലേ, വീട്ടിലുള്ള എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പം തീർച്ചയായിട്ടും സക്സസ് ആയവർ അത് ശരിയായിട്ടുള്ള വിവരണം നമുക്ക് തരിക. അപ്പം നമ്മുടെ ചോളമൊക്കെ നട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ചോളം എന്തായെന്നുള്ളത്. ചോളം തണ്ട ഇപ്പോൾ ഇത്രയായി, ചോളം തണ്ട പൂക്കാനായിട്ടൊക്കെ തുടങ്ങി. പൂത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ചോളം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം കണ്ടില്ലേ, ഇതിനകത്തെല്ലാം പൂക്കൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടനും മണിക്കുട്ടിയും കൂടെ വന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം തിന്നാറുണ്ട് കേട്ടോ, എല്ലാം ചാഞ്ഞൊക്കെ കിടക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗ്രോ ബാഗിനകത്ത് വെച്ച ഇഞ്ചി അവരതൊരു പരുവാക്കി വെച്ചിരിക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇഞ്ചിയെ നിർത്തിയേക്കുന്നുണ്ടോ, നമ്മുടെ മണിക്കുട്ടൻ്റെയും മണിക്കുട്ടിയുടെയും വില നമ്മുടെ വീടിൻ്റെ പുറകെ വെച്ചിരിക്കുന്നതാണിത്. ഈ 3 ഗ്രോ ബാഗിനകത്തുള്ള ഇഞ്ചി നല്ല കാടുപോലെ വളർന്നു വന്നതായിരുന്നു. ആ പിള്ളേർ രണ്ടുപേരുടെ വന്നിട്ട് എപ്പോഴും ഇതൊന്ന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കണ്ണ് വെട്ടിച്ച് വന്ന ഉടനെ ഇത് തീറ്റുക. കണ്ടില്ലേ നിൽക്കുന്നത്, ഇപ്പം അതിൻ്റെ ഇലയെല്ലാം മൊത്തം തിന്ന് വെച്ചിരിക്കുക. ചട്ടമ്പികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ചട്ടമ്പികൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓണം കൃഷി ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറി 50,000 പച്ചക്കറി തോട്ടം നമ്മൾക്ക് ഉണ്ടാക്കണം. നമ്മുടെ കുടുംബത്തെ നമുക്ക് വിഷത്തിൽ നിന്ന് മുക്തമാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുപോലെ തന്നെ വിത്തുകളോ ഗ്രോ ബാഗുകളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി വിജയിച്ചവർ നമ്മുടെ ഇതിനകത്ത് വന്ന് കമൻറ്റ് ബോക്സിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.